എന്തൊക്കെ പറഞ്ഞാലും ഓഷോ ഒരു ജീനിയസ് ആയിരുന്നു. ഓഷോനെ കുറിച്ച് സ്ലോട്ടർ ഡിജിക് എന്ന് പറയുന്ന ഒരു ജർമ്മൻ ചിന്തകൻ ഓഷോനെ വളരെ ക്ലോസ് ആയിട്ട് വായിച്ചിട്ടുള്ള ഒരു ജർമ്മൻ ചിന്തകനാണ്. അദ്ദേഹം പറയുന്നത് ഓഷോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിരിച്വൽ പ്രൊവോക്കേഷന്റെ ഒരു മാസ്റ്റർ ആയിരുന്നു എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ സ്ലോട്ടർ ഡിജിക് ഓഷോനെ വിളിക്കുന്നത് വിറ്റ്കൻസ്റ്റൈൻ ഓഫ് ദ റിലീജിയൻ എന്ന് വിളിക്കും. വിറ്റ്കൻസ്റ്റൈൻ എന്ന് പറയുന്ന, അതായത് ഗെയിം തിയറികളെ കുറിച്ച് വിശദമായി പഠിച്ചിട്ടുള്ള ഒരു ചിന്തകനാണ് വിറ്റ്കൻസ്റ്റൈൻ. വിറ്റ്കൻസ്റ്റൈൻ മതത്തില് വിറ്റ്കൻസ്റ്റൈൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരാളാണ് ഓഷോ എന്നാണ് പറയുന്നത്. കാര്യം മതത്തിനുള്ളിലുള്ള ഗെയിംസിന്, കളികളുടെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് നമുക്ക് വിശദീകരണം നൽകിയ ഒരാളായിട്ടാണ് ഓഷോനെ സ്ലോട്ടജിക്ക് കാണുന്നത് തന്നെ. എന്നെ സംബന്ധിച്ച് ഈ ആത്മീയത എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നല്ലൊരു വിശദീകരണം നൽകിയ, നല്ലൊരു ചിന്ത നൽകിയ ഒരാൾ ഓഷോയാണ്. ഓഷോ പറയുന്നു, സ്പിരിച്വാലിറ്റി ഈസ് യുവർ അവേക്കൻഡ് നൊസ്റ്റാൾജിയ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഉയർകൊണ്ട ഗ്രഹാതുരത്വമാണ് ആത്മീയത എന്നുള്ളതാണ്. അതൊരു ശരിയായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഏത് മതം എടുത്ത് നോക്കിയാലും ഈ ഗ്രഹാതുരത്വം അതിൻ്റെ ഉള്ളിൽ വലിയൊരു ഇതായിട്ട് കിടപ്പുണ്ട്. നമ്മൾ സെമറ്റിക് റിലീജിയൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പർദീസ, പാരഡൈസ്, ലോസ്റ്റ് പാരഡൈസ്, നഷ്ടപ്പെട്ടു പോയ പർദീസയെ കുറിച്ചുള്ള മോഹങ്ങളാണ് ഈ മതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സത്തയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് റൂമി, ജലാലുദ്ദീൻ റൂമിയുടെ ഒരു കവിതയുണ്ട്, മൈ സോൾ ഈസ് ലൈക്ക് ആൻ അബാൻഡൻഡ് ഗേൾ ലോസ്റ്റ് ഇൻ വിൽഡർനെസ്, ഇറ്റ് തേഴ്സ്റ്റ് ടു റിട്ടേൺ എന്ന് പറയുന്ന റൂമിയുടെ കവിതയുണ്ട്. നൊവാലിസ്, എന്താണ് ഗ്രഹാതുരത്വം എന്ന് വ്യക്തമായിട്ട് എനിക്കൊരു ചിന്ത തന്നത് നൊവാലിസ് ആണ്. നൊവാലിസ് പറയുന്നു എന്താണ് നൊസ്റ്റാൾജിയയിലേക്കും അദ്ദേഹം പറയുന്നു, അവർ വിഷ് ടു ബി എവരിവെയർ അറ്റ് ഹോം. എവിടെയായാലും വീട്ടിലായിരിക്കാനുള്ള നമ്മുടെ ഒരു ആഗ്രഹമാണ്, നമ്മുടെ ഒരു ഏറ്റവും ആദിമമായിട്ടുള്ള ഒരു ആഗ്രഹത്തിന്റെ പേരാണ് ഈ നൊസ്റ്റാൾജിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷെ അതിന്റെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു സ്ഥലത്തും അറ്റ് ഹോം, നമ്മുടെ ആ ഗ്രഹത്തിലായിരിക്കുന്ന ഒരു ഒരു ബോധം നമുക്കുണ്ടായിരിക്കില്ല. നമ്മുടെ ഗ്രഹം മറ്റെവിടെയോ ആണെന്നുള്ള ഒരു 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 ചോദന നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഈ നൊസ്റ്റാൾജി എന്ന് പറയുന്നത്, നമ്മൾ പറയും ഭൂതകാലത്തിലാണ് നമ്മൾ നിക്ഷേപിച്ചു വെച്ചിരിക്കുന്നത്, പുറകോട്ട് നോക്കുമ്പോഴാണ് നമ്മൾ ഈ നൊസ്റ്റാൾജി ഫീൽ. അങ്ങനെ ആകണമെന്നില്ല. പലപ്പോഴും ഏറ്റവും വലിയ നൊസ്റ്റാൾജിയ ഭാവി കാലത്തെ കുറിച്ചുള്ളതാണ്. അത് ഈ പറയുന്ന പർദീസ എന്ന സങ്കല്പം പോലും ഭൂതകാലത്തിലല്ല, ഭാവി കാലത്തിന്റെ ഒരു പ്രതീകമാക്കി വെച്ചു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് തോന്നുന്നു നൊസ്റ്റാൾജിയ വരാനിരിക്കുന്ന ഒരു കാലത്തെ കുറിച്ചുള്ളതാണ് ഏറ്റവും വലിയ നൊസ്റ്റാൾജിയ. സി ജോസഫ് എന്ന് പറഞ്ഞ മലയാളത്തിലൊരു മികച്ച കവിയുണ്ട്. അദ്ദേഹം നല്ലൊരു വായനക്കാരൻ കൂടിയാണ്. അദ്ദേഹം അടുത്ത കാലത്ത് ഫേസ്ബുക്കിൽ വെച്ച ഒരു ചിന്തയുണ്ട്. അത് ജോർജോ അഗംപൻ എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ ചിന്തകനെ വായിച്ചിട്ട് അദ്ദേഹം വെക്കുന്നതാണ്. അദ്ദേഹം പറയുന്നത്, പിന്നെ സി ജോസഫ് പറയുന്നത്, വാസ്തവത്തിൽ ഓണം വിരൽ ചോട്ടുന്നത് ഭൂതകാലത്തിലേക്കല്ല, ഭാവി കാലത്തിലേക്കാണ്. നാം ഒരിക്കലും എത്തിപ്പെടാത്ത ഒരു ലക്ഷ്യത്തിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. അദ്ദേഹം പറയുന്നു, ആരാണ് മാവേലി? വ്യക്തതയില്ലാത്ത ഒരു ആദിമ സത്തയാണ്, ഒരു നിശബ്ദത, വാഗതീതമാണത്. പിന്നെ മലയാളിയുടെ സാമൂഹ്യ ബോധത്തിൽ നിന്നും, അതായത് നമ്മുടെ പാതാളത്തെ അദ്ദേഹം വിളിക്കുന്ന മലയാളിയുടെ സാമൂഹ്യ ബോധത്തിൽ നിന്നും ബോധത്തിലേക്ക്, അതായത് ഭൂമിയിലേക്ക് നിരന്തരം ഉയർന്നു വരുന്ന ഒരു പ്രതീകമാണത് സി ജോസഫിന്റെ ഒരു ചിന്തയുണ്ട്. അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഓണ ആഘോഷങ്ങളും ഈ ഓണം എന്നൊക്കെ പറയുന്നപ്പോൾ തന്നെ മിത്ത് നിർമ്മാണത്തിന്റെ, ഓണത്തിന്റെ പിന്നിലുള്ള മിത്ത് നിർമ്മാണം, അത് മനുഷ്യന്റെ ഏറ്റവും വലിയ ഭാവനയുടെ ഒരു അടയാളം കൂടിയാണ്. അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും, മലയാളികൾക്ക് എല്ലാവർക്കും ഒന്നു ചേരാവുന്ന ഒരു ബൃഹത്തായ ഗ്രഹാതുരത്വമാണ്, നമ്മുടെ ആത്മീയത തന്നെയാണ് ഈ ഓണം എന്നുള്ളത്. എല്ലാ മതക്കാർക്കും എല്ലാം മറന്നുകൊണ്ട് ഒരൊറ്റ ആത്മീയതയിലേക്കുള്ള വഴി തുറക്കുന്ന ഒരു മഹത്തായ ഉത്സവം കൂടിയാണ് ഈ ഓണം എന്നുള്ളത്. പല മനുഷ്യരും, ഭാവനയില്ലാത്ത പല മനുഷ്യരും നമ്മളോട് പറയും ഓണം ആഘോഷിക്കരുതെന്നൊക്കെ. നമ്മൾ ഓണം ആഘോഷിക്കേണ്ടതാണ്, ഓണം ആശംസിക്കേണ്ടതുമാണ്.